മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിൽ പുലിയുടെ ആക്രമണം. കുടിലിനുള്ളിൽ കയറി 4 വയസ്സുകാരനെ വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. ആക്രമണം പുലർച്ചെ 2 മണിയോടെ മാതാപിതാക്കൾ ബഹളം വെച്ചതോടെ പുലി ഓടിമറഞ്ഞു. പുലിയുടെ സാന്നിധ്യം പതിവെന്ന് കുട്ടിയുടെ പിതാവ്. ഇവനെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പായത്. അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി. പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ പോയി. പുറകെ ചെന്നുകൊണ്ട് പിടിച്ചു കൊണ്ടുവന്നു. പരസ്യപ്രതികരണത്തിന് മുൻപ് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം ഡോക്ടർ ഹാരിസ് അധികൃതരെ അറിയിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. മാർച്ചിലും ജൂണിലുമായി 2 തവണ ആശുപത്രി സൂപ്രണ്ടിന് കത്തയച്ചു. ആരോഗ്യമേഖലയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ ഹാരിസ്. ഉപകരണങ്ങളില്ലാത്ത കാര്യം പലതവണ അധികൃതരെ അറിയിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായി ഡോക്ടർ ഹാരിസ്. റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ വസ്തുതാ പരിശോധന ഇന്ന്. പരാതി നൽകിയ യുവ ഡോക്ടറുടെ മൊഴി വിശദമായി പരിശോധിക്കും. വേടനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം പരിശോധനയ്ക്കു ശേഷം. മുൻകൂർ ജാമ്യത്തിനായി വേടൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഛത്തീസ്ഗഡിൽ ജയിലിൽ തുടരുന്ന കന്യാസ്ത്രീകൾ ജാമ്യം തേടി ഇന്ന് ഹൈക്കോടതിയിലേക്ക്. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് നിർണായകമാവും. ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പിൽ പ്രതീക്ഷ. കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് ഇന്നേക്ക് 8ാം ദിവസം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ ബിജെപിയുടെ ശ്രമം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തിനെ കാണും. ചർച്ചകൾക്കായി ഛത്തീസ്ഗഡിൽ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണി. 5-അംഗ UDF MP സംഘം ദുർഗിലെത്തും. കന്യാസ്ത്രീകളെ ജയിലിൽ സന്ദർശിക്കാൻ CPIM നേതാക്കൾ. തമിഴ്നാട്ടിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മലയാളിയായ ആദിവാസി യുവാവ് മരിച്ചതിൽ ദുരൂഹത. മരിച്ചത് മറയൂർ പെരിയക്കുടി ഉന്നതിയിലുള്ള മാരിമുത്തു. ഉദുമൽപേട്ട ഫോറസ്റ്റ് ഓഫീസിൽ കസ്റ്റഡിയിലിരിക്കെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കസ്റ്റഡി മരണമെന്നാരോപിച്ചു കുടുംബം. ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. മാരിമുത്തുവിനെ കസ്റ്റഡിയിലെടുത്തത് പുലിപ്പല്ല് കൈവശം വെച്ചതിന്. ധർമ്മസ്ഥലയിലെ മണ്ണ് നീക്കിയുള്ള പരിശോധന വേഗത്തിലാക്കാൻ അന്വേഷണ സംഘം. ഇന്ന് വനമേഖലയ്ക്കുള്ളിലെ പോയിന്റുകളിൽ പരിശോധന നടത്തും. ധർമ്മസ്ഥലയിലെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തി DGP. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതീവ രഹസ്യ സ്വഭാവത്തിലായിരിക്കണമെന്ന കർശന നിർദ്ദേശം. സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിലുള്ള പോയിന്റുകളിൽ കോടതി അനുമതിയോടെ പരിശോധന തുടരും.